പക്ഷേ ഗുഹയ്ക്കുള്ളിൽ കടന്നതും അവരുടെ ഭാവം മാറി. സ്നേഹമുള്ള ആ മുഖങ്ങൾ പെട്ടെന്ന് ക്രൂരമായ അട്ടഹാസത്തോടെ മാറിമറിഞ്ഞു. അവരുടെ വൃദ്ധരൂപം ഇല്ലാതായി. ഭീകരരായ 2 യുവ ദുർമന്ത്രവാദികളായി അവർ സ്വരൂപം പൂണ്ടു. ശംഭു ഞെട്ടിപ്പോയി. ഗുഹയുടെ മറുഭാഗത്ത് ചെങ്ങലകളിൽ തളയ്ക്കപ്പെട്ട നിലയിൽ ദീനമായി ശ്വാസമെടുക്കുന്ന ഒരാൾ കിടപ്പുണ്ടായിരുന്നു. അവന്റെ അച്ഛൻ ശങ്കരൻ. അവനെ ആരും സംശയിക്കാതിരുന്ന ആ വൃദ്ധ ദമ്പതികൾ വർഷങ്ങൾക്ക് മുൻപേ തട്ടിക്കൊണ്ടുപോയി തടവിലിട്ടതായിരുന്നു. ബാക്കി 2 ബലി. ഒന്നു നിന്റെ അച്ഛൻ ശങ്കരൻ, 10ാമത്തേത് നീയും. നിങ്ങളുടെ ചോര വീഴുന്നതോടെ ഗുളികൻ എന്റെ കാൽക്കൽ വീഴും. ദുർമന്ത്രവാദി മന്ത്രവാൾ വായുവിൽ ഉയർത്തി അട്ടഹസിച്ചു. മന്ത്രവാദി വാളുയർത്തി ശങ്കരന്റെ നെഞ്ചിന് നേരെ ആഞ്ഞുവെട്ടാൻ ആഞ്ഞു. അച്ഛാ! ശംഭുവിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഉഗ്രസ്ഫോടനം പോലെ ആ വിളി പുറപ്പെട്ടു. ആ നിമിഷം കാവിനെ നടുക്കിക്കൊണ്ട് അന്തരീക്ഷത്തിൽ ചെണ്ടയുടെ മുറുക്കിക്കൊട്ട് തനിയെ മുഴങ്ങി. ഗുഹയ്ക്കുള്ളിലെ അഗ്നികുണ്ഡത്തിലെ കനലുകൾ വായുവിലേക്ക് ഉയർന്നു. വാസ്തവത്തിൽ ആ കുടുംബത്തിൽ ഗുളികന്റെ അംശമായി ജനിച്ചത് ശങ്കരനായിരുന്നില്ല.